ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അങ്ങനെ പുറത്തേക്കൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ എണീറ്റ് വരുമ്പോഴുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തലേ ദിവസമാട്ടോ അധികം തല നനയ്ക്കൽ. തലേ ദിവസം മീൻസ് പകലല്ല, രാത്രിയാണ് തല നനയ്ക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തല നനച്ചുകൊണ്ട് ഞാൻ രാസ്നാദിപ്പൊടി തേക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്, നീരിറക്കൊക്കെ വരും. അങ്ങനെ മാറി തല നനയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ രാസ്നാദിപ്പൊടിയൊക്കെ തേച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടായിരുന്നു, അതുപോലെ പഴം, പപ്പടമൊക്കെ ഉണ്ട് നമുക്കിന്ന് കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാട്ടോ കാളിയമ്മായി വന്നിട്ടുള്ളത്. അപ്പോൾ കാളിയമ്മായി ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കുകയാണ്. അപ്പോൾ എന്താ നോക്കിയിട്ട് കാളിയമ്മായിക്ക് മനസ്സിലാവണില്ല എന്താ ഞാൻ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതിക്കിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ചെയ്യണത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മന്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തി റെഡിയാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഈ മന്തി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആയിട്ട് ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റെസിപ്പിയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ കണ്ടുപോയിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ പോകാം. ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാട്ടോ മയോണൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ച് ചിക്കനിൽ ഇറങ്ങി വന്ന സ്റ്റോക്ക് കുറച്ച് മാറ്റി വെച്ചതാണ്. നമ്മൾ റൈസ് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കില്ല അപ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് ഞാനിവിടെ മയോണൈസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത്ര മയോണൈസ് കുറച്ച് കൂടിപ്പോയി. ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തത്, പക്ഷേ 1 ഉരുളക്കിഴങ്ങ് മതിയായിരുന്നു, കുറച്ച് കൂടിപ്പോയിട്ടോ. പിന്നെ അതിന് വേണ്ട തക്കാളി ചമ്മന്തിയും കൂടി റെഡിയാക്കി. നമ്മൾ മന്തി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ റെഡി ആവണേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ടെൻഷനല്ല, എനിക്ക് വേവ് ഏറുവോ കുറവോ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇലയിലോട്ട് കഴിക്കും. അധികം നമ്മളെല്ലാവരും ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ ഇലയിൽ തന്നെ കേട്ടോ വീട്ടിൽ ഭക്ഷണം കഴിക്കൽ. അപ്പോൾ അങ്ങനെ അമ്മ മന്തി വിളമ്പുകയാണ്. ഇവിടെ അച്ഛനും ഏട്ടനൊക്കെ പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ അങ്ങനെ മാത്രം മന്തി മയോണൈസും ചമ്മന്തി കൂട്ടാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴക്കാറ് പോലെ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് വന്ന് ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ. അപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്. പിന്നെ ഇത് ലൂബിക്ക കേട്ടോ. അപ്പോൾ നമ്മളവിടെ ലൂബിക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് ലൂബിക്ക, അത് ചീനമുളക് കേട്ടോ, മറ്റേത് ലൂബിക്ക തന്നെ. പിന്നെ ഇത് ഓമക്കായല്ലേ, അതാണ്. അപ്പോൾ അതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല, ഇട്ട് വെച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതേപ്പത്തിന് നമ്മുടെ ചായ തിളച്ച് വന്ന്. അപ്പോൾ നമുക്ക് ചായ റെഡിയാക്കാം.
അങ്ങനെ ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് പാടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും ഏട്ടനും കൂടിയിട്ട്. എന്ന് വെച്ചാൽ ഒന്നാമത് മഴ പെയ്തിട്ടില്ല, എന്നാൽ നല്ല മഴക്കാറും അങ്ങനത്തെ ഒക്കെ ഒരു ക്ലൈമറ്റായിരുന്നു. നല്ല കുഞ്ഞ് തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ലീവുള്ള ടൈമൊക്കെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങലുണ്ട്. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. എന്നാൽ മഴ പെയ്യണില്ല, എന്നാൽ ആ മഴക്കാറുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ തരാട്ടോ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നിട്ട് തറവാട്ടിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഫിലിമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോണത് സൂക്ഷ്മദർശിനി കേട്ടോ. അപ്പോൾ പടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അതേ വാതിലൊക്കെ പൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.